ഗോശ്രീ ഒന്നാം പാലത്തിന് സമാന്തര പാലം ഉടൻ നിർമ്മിക്കണമെന്നും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും പാലം നിർമ്മാണത്തിന് ആവശ്യമായ തുക ഈ മാസാവസാനം അവതരിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ വകയിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗോശ്രീ ദ്വീപ് സമൂഹങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ ബോൾഗാട്ടി ജംഗ്ഷനിൽ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം നടത്തി. പരിപാടി മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് അക്വിലിൻ ലോപ്പസ് ഉദ്ഘാടനം ചെയ്തു. പല പ്രശ്നങ്ങളിലും ഫ്രാഗ് അസോസിയേഷന്റെ ആൾക്കാർ മറ്റുള്ള ആളുകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സമരപരിപാടിയുമായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു അസോസിയേഷനായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പരിപാടിക്ക് പങ്കെടുത്തിട്ടുമുണ്ട്. നമ്മുടെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ സമയത്ത് ജോലി സ്ഥലത്തെത്തുവാൻ പോലും നമ്മൾക്ക് സാധിക്കുന്നില്ല. നമ്മൾക്കൊരു പാലം മാത്രം ഉള്ളത് കൊണ്ടിട്ട് വേറൊരു സമാന്തര പാലം വന്നാലേ നമ്മൾക്ക് ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഇത് വൈപ്പിൻ നിവാസികളും മുളവാട് ഗ്രാമവാസികളും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു പാലം വരുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എന്റെ മുളവാട് നിവാസികളും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഒരു വൈപ്പിൻ പാലത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിക്ക് ആധാരമായ കാരണങ്ങൾ ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് വിശദീകരിച്ചു. കണക്ടിവിറ്റിയായി ഗോശ്രീ പാലം മാറിയതോടുകൂടി അന്യ ജില്ലകളിൽ നിന്നും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെയുള്ള തീരമേഖലകളിലുള്ള ഏറ്റവും എളുപ്പമാർഗം നഗരത്തിൽ നിന്നുമുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഗോശ്രീ പാലം അവർ ആശ്രയിക്കാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് മുളവുകാടും പനമ്പുകാടും ഒക്കെയുള്ള ആളുകളുടെയും അവസ്ഥ. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ബസ്സിൽ കയറിയാൽ എപ്പോ വീട്ടിലെത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നത്തിനിടയിലാണ് പാലം പണി കൂടി അന്ന് വരുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 2021 ബഡ്ജറ്റിൽ ഗോശ്രീ പാലങ്ങൾക്ക് ഒരു ടോക്കൺ വകയിരുത്തിയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച 2022 അതുകൊണ്ട് തന്നെ ഗോശ്രീ പാലം വരുമെന്നാണ് നമ്മൾ കരുതിയത്. നിർഭാഗ്യവശാൽ ആ ബഡ്ജറ്റ് അലോക്കേഷൻ അവിടെ തന്നെ നിന്നു. പിന്നീട് യാതൊരു മറുപടിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വൈപ്പിലെ മുഴുവൻ ജനപ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും സാമൂഹ്യ നേതാക്കന്മാരെയും ഒക്കെ സംഘടനകളുടെ നേതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം അടുത്ത 4-5 മാസത്തിനുള്ളിൽ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുനമ്പം അഴീക്കോട് പാലം പൂർത്തിയായാൽ ഇപ്പോൾ ഉള്ള ഗതാഗത കുരുക്ക് 2 ഇരട്ടിയിലധികമാകുമെന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാറ്റ്പാക്കിന്റെ ഒക്കെ സർവേയുടെ ഒക്കെ ഭാഗമായി നമ്മൾ കണ്ടെത്തിയ രേഖകളുടെ ഒക്കെ ഭാഗമായി നമുക്ക് വൈപ്പിൻകരക്കാർക്കും മുളവുകാടുകാർക്കും ഒന്നും ഈ പാലത്തിലൂടെ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നഗരത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാഗ് കമ്മിറ്റി കൂടുകയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനുശേഷമാണ് വൈപ്പിലെ മുഴുവൻ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയും ഒക്കെ വിളിച്ചുകൂട്ടി നമ്മൾ ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു ഐകകണ്ഠേന ഈ പാലങ്ങൾക്ക് സമാന്തര പാലം ഉണ്ടാകാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായി ആ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ വിഷയം നമ്മൾ ബന്ധപ്പെട്ട മന്ത്രിമാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. അന്ന് ബോധ്യപ്പെടുത്തൽ നടന്നു. ബഹുമാന്യനായ PWD മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് നമ്മൾ ഫ്രാഗ് ഭാരവാഹികൾ ഇതിന്റെ നിവേദനം നൽകി. യോഗത്തിൽ ഫ്രാഗ് പ്രസിഡന്റ് VP സാബു അധ്യക്ഷത വഹിച്ചു. ഞാറക്കൽ ശ്രീനി, ഫ്രാഗ് ഭാരവാഹികളായ PK മനോജ്, PK ഭാസി, സേവി താണിപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു.